കൊച്ചിയിലെ കായൽക്കാറ്റും തിരമാലകളും ജലയാത്രയും എന്നും ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഫോർട്ട് കൊച്ചിയിലെ ഈ ജങ്കർ സർവീസ് കണ്ടിട്ടുണ്ടോ? ഫോർട്ട് കൊച്ചിയിലെയും വൈപ്പിനിലെയും ജനങ്ങളുടെ പ്രധാന യാത്രാ മാർഗമാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ റോറോ ജങ്കാർ. കൊച്ചി കായലിന് കുറുകെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ യാത്രക്കാരെയും വാഹനങ്ങളെയും അക്കരെ ഇക്കരെ എത്തിക്കാൻ ഈ ജങ്കാർ സർവീസ് സഹായിക്കുന്നു. കാറുകൾ, ബൈക്കുകൾ, മറ്റു ചെറിയ വാഹനങ്ങൾ എന്നിവയോടൊപ്പം ഒരേ സമയം 100-ലധികം യാത്രക്കാരെയും വഹിക്കാൻ ഈ ജങ്കാറിന് ശേഷിയുണ്ട്. റോഡ് മാർഗം ഗോശ്രീ പാലങ്ങൾ വഴി ചുറ്റി സഞ്ചരിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ഏകദേശം 5-10 മിനിറ്റിനുള്ളിൽ ഈ ജങ്കാറിലൂടെ ഫോർട്ട് കൊച്ചിയിൽ നിന്നും വൈപ്പിനിൽ എത്താം. കായലിലൂടെയുള്ള ഈ യാത്രയിൽ കൊച്ചി തുറമുഖം, ചീനവലകൾ, കപ്പലുകൾ എന്നിവയുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും. വിനോദസഞ്ചാരികൾക്കും ഇതൊരു മികച്ച അനുഭവമാണ്. കൊച്ചിൻ കോർപ്പറേഷന്റെ മേൽനോട്ടത്തിലാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഇതാ ജങ്കർ ജെട്ടിയിലേക്ക് അടുക്കുന്നു, ഓരോരുത്തരായി പുറത്തേക്ക്. കയ്യിലൊരു ക്യാമറയുമായി കൊച്ചിയുടെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്ന വിദേശികളെയും സ്വദേശികളായ സഞ്ചാരികളെയും ഇവിടെ എപ്പോഴും കാണാം. ഇനി നമുക്ക് കൊച്ചിയുടെ അഭിമാനമായ വാട്ടർ മെട്രോയിലേക്ക് കയറാം. ഫോർട്ട് കൊച്ചിയിലെ വാട്ടർ മെട്രോ ടെർമിനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഒരു വിമാനത്താവളത്തിലെത്തിയ പ്രതീതിയാണ് ഇവിടെ. എത്ര വൃത്തിയും വെടുപ്പുമുള്ള അന്തരീക്ഷം! ടിക്കറ്റ് കൗണ്ടറുകൾ മുതൽ സെക്യൂരിറ്റി ചെക്കിംഗ് വരെ എല്ലാം അതിവേഗം, വളരെ സിസ്റ്റമാറ്റിക്കായി എല്ലാം നടക്കുന്നു. നല്ല കാറ്റും വെളിച്ചവും കയറുന്ന രീതിയിലുള്ള നിർമ്മിതി, വൃത്തിയുള്ള കെട്ടിട സമുച്ചയം, ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ, വീൽ ചെയർ, ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ ഡിസ്പെൻസർ, സൗകര്യപ്രദമായ ഇൻഫർമേഷൻ ബോർഡുകൾ, മരം കൊണ്ടുള്ള ഇരിപ്പിടം, ഉദ്യോഗസ്ഥരുടെ സൗമ്യവും ആകർഷകവുമായ പെരുമാറ്റം. ഇതാ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ബോട്ട് വന്നു. വരിവരിയായി ടിക്കറ്റിന്റെ കർശന നിയന്ത്രണത്തിൽ തിരക്കില്ലാതെ സുരക്ഷിതമായി കയറാം. യാത്രാവസാനം വരെ ഈ ടിക്കറ്റ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. കൊച്ചിയിലെ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചീനവലകൾ. AD 14-ാം നൂറ്റാണ്ടിൽ ചൈനീസ് ഭരണാധികാരിയായിരുന്ന കുബ്ലെ ഖാന്റെ സദസ്യരാണ് ഈ വലകൾ കൊച്ചിയിൽ എത്തിച്ചതെന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവയ്ക്ക് ചീനവല എന്ന പേര് ലഭിച്ചത്. തേക്ക് തടികളും മുളകളും ഉപയോഗിച്ചാണ് ഇതിന്റെ കൂറ്റൻ ചട്ടക്കൂട് നിർമ്മിക്കുന്നത്. കല്ലുകൾ കെട്ടിത്തൂക്കിയ വടങ്ങൾ ഉപയോഗിച്ച് തുലനാവസ്ഥ നിലനിർത്തിയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. യാന്ത്രിക സഹായമില്ലാതെ മനുഷ്യ പ്രയത്നം ഉപയോഗിച്ചാണ് ഈ വലകൾ വെള്ളത്തിലേക്ക് താഴ്ത്തുന്നതും ഉയർത്തുന്നതും.
സാധാരണയായി 4 മുതൽ 6 വരെ മത്സ്യത്തൊഴിലാളികൾ ഒരു വല പ്രവർത്തിപ്പിക്കാൻ ആവശ്യമാണ്. ചൈനയ്ക്ക് പുറത്ത് ചീന വലകൾ കാണപ്പെടുന്ന അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് കൊച്ചി. ഫോർട്ട് കൊച്ചി കടൽ തീരത്ത് നിരനിരയായി നിൽക്കുന്ന ഈ വലകൾ സൂര്യാസ്തമയ സമയത്ത് മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. വിനോദത്തിനും മറ്റും വരുന്നവർ തിരക്കില്ലാത്ത സമയം തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം. മെട്രോ ട്രെയിനിന്റെ അതേ സൗകര്യങ്ങളുമായി കായൽ പരപ്പിലൂടെ ഒഴുകി നീങ്ങുന്ന വിസ്മയമാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ എന്ന ഖ്യാതിയോടെ എത്തിയ ഈ സർവീസ് കൊച്ചിയുടെ പൊതുഗതാഗത രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ബോട്ടുകളാണ് വാട്ടർ മെട്രോയിൽ ഉപയോഗിക്കുന്നത്. തികച്ചും പരിസ്ഥിതി സൗഹൃദമായ ഈ യാത്ര ശബ്ദങ്ങളുടെ അലോസരമില്ലാത്തതും സുഗമവുമാണ്. എയർ കണ്ടീഷൻ ചെയ്ത ക്യാബിനുകൾ, വിശാലമായ ഇരിപ്പിടങ്ങൾ, വലിയ ചില്ലുജാലകങ്ങൾ എന്നിവ ഇതിന്റെ പ്രത്യേകതയാണ്. കായൽ ഭംഗി പൂർണ്ണമായി ആസ്വദിക്കാൻ ഈ ജനാലകൾ സഹായിക്കുന്നു. കൊച്ചി മെട്രോ റെയിലിന്റെ അതേ കാർഡും ടിക്കറ്റിംഗ് സംവിധാനവും വാട്ടർ മെട്രോയിലും ഉപയോഗിക്കാം എന്നത് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ്. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളുള്ള ഈ ഹൈബ്രിഡ് ബോട്ടുകൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളവയാണ്. കൊച്ചി നഗരത്തിന്റെ തിരക്കുകളിൽ പെടാതെ കായൽ കാഴ്ചയും കണ്ട് ദ്വീപ സമൂഹങ്ങളിലൂടെയുള്ള യാത്ര വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഹൃദ്യമായ ഒരു അനുഭവം തന്നെയാണ്. ദ്വീപ് നിവാസികളുടെ യാത്ര സുഗമമാക്കുന്നതിനൊപ്പം കൊച്ചിയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ വാട്ടർ മെട്രോ വലിയ ഒരു മാറ്റം കൊണ്ടുവന്നു. ഫോർട്ട് കൊച്ചിയിലെ പൈതൃക തെരുവുകളിൽ നിന്ന് ഹൈക്കോടതിയുടെ ആധുനികതയിലേക്കുള്ള 20 മിനിറ്റ് യാത്ര കൊച്ചി കായലിന്റെ ഒരു നേർ ചിത്രം നമുക്ക് മുന്നിൽ നിവർത്തി തരുന്നു. എയർ കണ്ടീഷൻ ചെയ്ത വാട്ടർ മെട്രോയുടെ വിശാലമായ ചില്ലുജാലകങ്ങളിലൂടെ നോക്കിയാൽ പ്രകൃതിയും മനുഷ്യനിർമ്മിത അത്ഭുതങ്ങളും കൈകോർക്കുന്നത് കാണാം. ഫോർട്ട് കൊച്ചി തീരത്തോട് ചേർന്ന് നിൽക്കുന്ന പഴയ ഡച്ച്, പോർച്ചുഗീസ് ശൈലിയിലുള്ള ബംഗ്ലാവുകൾ ചരിത്രത്തിന്റെ ശേഷിപ്പുകളായി ഇന്നും തിളങ്ങി നിൽക്കുന്നു. ഒപ്പം കായൽ തീരത്തെ ആഡംബര ഹോട്ടലുകളുടെ മനോഹരമായ പൂന്തോട്ടങ്ങളും നീന്തൽക്കുളങ്ങളും ഈ യാത്രയ്ക്ക് ഒരു രാജകീയ പരിവേഷം നൽകുന്നു.
വലിയ ചരക്ക് കപ്പലുകളും ക്രൂയിസ് ലൈനറുകളും തൊട്ടരികിലൂടെ മല പോലെ നീങ്ങിപ്പോകുന്നത് കാണുമ്പോൾ ഏതൊരു സഞ്ചാരിയും അത്ഭുതപ്പെടും. കൊച്ചി തുറമുഖത്തിന്റെ തിരക്കുകൾ ഈ യാത്രയിൽ നമുക്ക് നേരിട്ട് അനുഭവിക്കാം. വില്ലിംഗ്ടൺ ഐലൻഡും ബോൾഗാട്ടി പാലസും കടന്നു പോകുമ്പോൾ കായൽ കാറ്റേറ്റ് നിൽക്കുന്ന സഞ്ചാരികളെയും ക്യാമറയുമായി കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ നിൽക്കുന്നവരെയും വാട്ടർ മെട്രോയിൽ കാണാം. ഒരു വശത്ത് തരംഗങ്ങൾ സൃഷ്ടിച്ചു പായുന്ന സ്പീഡ് ബോട്ടുകൾ, മറുവശത്ത് വലയെറിഞ്ഞും മീൻ പിടിച്ചും സാവധാനം നീങ്ങുന്ന ചെറുതോണികൾ. ആധുനികതയും നാട്ടുതനിമയും ഒരേ കായൽപ്പരപ്പിൽ സംഗമിക്കുന്ന കാഴ്ചയാണിത്. അസ്തമയ സൂര്യന്റെ പൊൻപ്രഭ കായലിൽ വീഴുമ്പോൾ ഹൈക്കോടതി ടെർമിനലിലേക്ക് അടുക്കുന്ന വാട്ടർ മെട്രോയിൽ ഇരുന്നു കൊണ്ടുള്ള പുറം കാഴ്ചകൾ വിവരണാതീതമാണ്. നഗരത്തിലെ ട്രാഫിക് ബ്ലോക്കുകളിൽ കുരുങ്ങാതെ കൊച്ചിയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഈ യാത്ര ഏതൊരു സഞ്ചാരിക്കും ഒരു സ്വപ്ന തുല്യമായ അനുഭവമായിരിക്കും. മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞു. റോഡിലെ ബ്ലോക്കിൽ കുടുങ്ങാതെ കായൽ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇത്രയും വേഗം ഇവിടെ എത്താമെന്ന് ആരെങ്കിലും കരുതിയോ?
ജെട്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ വരവേൽക്കുന്നത് ഹൈക്കോർട്ട് ജംഗ്ഷനിലെ പ്രൗഢിയുള്ള കാഴ്ചകളാണ്. സ്റ്റേഷന് പുറത്തേക്ക് വന്നാൽ നഗരത്തിന്റെ തിരക്കിലേക്കാണ് നാം ചെന്നിറങ്ങുന്നത്. വഴിയോരത്തെ ചെറിയ കടകളിൽ നിന്നും ചായയുടെയും പഴംപൊരിയുടെയും മണം ഉയർന്നു വരുന്നു. ചൂട് ചായയും നല്ല ഫ്രഷ് ജ്യൂസും, നിരത്തി വച്ചിരിക്കുന്ന പഴങ്ങളും, ചെറിയ കച്ചവട സ്ഥാപനങ്ങളും, ഐസ്ക്രീം പാർലറുകളും, സഞ്ചാരികളുടെ തിരക്കും ഒക്കെ ഇവിടെയുണ്ട്. ഹൈക്കോർട്ട് ജംഗ്ഷനിലെ ഈ സജീവമായ അന്തരീക്ഷം കാണുമ്പോൾ തന്നെ ഒരു ഉന്മേഷമാണ്. ഒരു മനോഹരമായ യാത്ര ഇവിടെ അവസാനിക്കുന്നു. അപ്പോ എങ്ങനെയാ, നിങ്ങളും അടുത്ത തവണ കൊച്ചിയിൽ വരുമ്പോൾ ഈ വാട്ടർ മെട്രോ യാത്ര ഒന്ന് പരീക്ഷിച്ചു നോക്കില്ലേ? വീണ്ടും കാണാം.